ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു 50 പേർക്കുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന് ഓർഡർ കിട്ടിയായിരുന്നു. ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതാ വൈറ്റ് സെല്ലാ റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ബസ്മതി റൈസ്. അത് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനിയിപ്പം സോക്ക് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അരിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് അവിടെ കിടന്ന് വേകട്ടെ. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പൊട്ടിപ്പോവാതിരിക്കാനുമാണ് കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു 90%. അതിൽ കൂടുതൽ വേവിക്കരുത്, ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് കിട്ടത്തില്ലേ. ചോറ് വേവുന്ന നോക്കി നിന്ന് വേണം ചോറ് ഊറ്റിയെടുക്കാൻ. ചോറൊക്കെ ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തെടുക്കാം. വലിയൊരു ചെമ്പ് വെച്ചു, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു, ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നപ്പം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞാണ് അതിട്ട് കൊടുത്തു. അതിൻ്റെ പുറകെ തന്നെ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ബീൻസ് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇത് മൂന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നതിന് ശേഷം ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാവേ. അതിന് ശേഷം നമുക്ക് ക്യാബേജാണ്, അത് കുറച്ച് കൂടുതലുണ്ട്, നീളത്തിലരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുത്തു. പിന്നെ ക്യാപ്സിക്കം അതിട്ടിട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സാക്കി. വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ടായി കിട്ടിയാൽ മതി കേട്ടോ, വെന്തൊന്നും പോവേണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വാടി വന്നതിന് ശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ഇനിയിപ്പോൾ സോസുകൾ ഒഴിച്ച് കൊടുക്കാം. ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ് എല്ലാം കുറച്ച് വീതം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കുവാണ്. വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ നാരങ്ങാനീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ബ്ലാക്ക് പെപ്പറിന് പകരം വൈറ്റ് പെപ്പറിൻ്റെ ആ പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കാവേ. ചോറിട്ട് കൊടുത്ത് പൊട്ടിപ്പോവാതെ മിക്സാക്കി എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഗ്യാസിലൊന്നും ഫ്ലെയിമൊന്നും വെക്കേണ്ട. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് റെഡിയായിട്ടുണ്ട്. അപ്പം ഇതുപോലെ കോട്ടയം ടൗണിന് അടുത്ത ഭാഗത്തൊക്കെ ഉള്ളവർ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഫ്രൈഡ് റൈസോ ബിരിയാണിയോ ഒക്കെ വേണമെങ്കിൽ നമ്മളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. കോൺടാക്റ്റ് നമ്പർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക.